ഈശോയിൽ എനിക്കെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഇടറിപ്പോകുന്ന മനുഷ്യർക്കുള്ള ആശ്വാസദൂതാണ് വിശുദ്ധ പത്രോസിൻ്റെ ജീവിതം. നമുക്ക് എത്രമാത്രം ഇടറിയ മനുഷ്യരാണെങ്കിൽ കൂടി കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മെ തന്നെ ബരമേൽപ്പിക്കുന്ന നിമിഷം മുതൽ പുതിയൊരു തുടക്കത്തിനുള്ള രണ്ടാമതൊരവസരം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. മുഖവനായ പത്രോസിനെ, ഇനി മുതൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം എന്ന പുതിയ ദൗത്യം നൽകിക്കൊണ്ടാണ് കർത്താവ് തിരഞ്ഞെടുക്കുക. പരിചയം കൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടും ആഴിയെ ആഴത്തിലറിഞ്ഞ മുക്കുവനായിരുന്നു പത്രോസ്. ആഴിയുമായിട്ടുള്ള മൽപിടുത്തത്തിലൂടെ താൻ നേടിയെടുത്ത ഈ പരിചയസമ്പത്ത് കൊണ്ട് എന്തിനേയും ഏതിനേയും നേരിടുവാനും നേടാനും തനിക്ക് ആവുമെന്നുള്ള ആത്മവിശ്വാസവും അതിൽ കവിഞ്ഞ ഒരു അഹങ്കാരവും പത്രോസിന് ഉണ്ടായിരുന്നു. കെസറിയ ഫിലിപ്പിൽ വെച്ച് കർത്താവ് ശിഷ്യഗണത്തോട് ചോദിക്കുന്നുണ്ട്, താൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനടി പത്രോസ് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. മറ്റുള്ള ശിഷ്യർക്ക് ഈ യാഥാർത്ഥ്യം അറിയാമായിരുന്നെങ്കിലും തനിക്ക് മാത്രമാണ് ഇത് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള ധൈര്യമുണ്ടായത് എന്ന അഹങ്കാരത്തോടെ പത്രോസ് നിൽക്കുമ്പോൾ കർത്താവ് പത്രോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പത്രോസെ, നിന്റെ മാംസരക്തങ്ങളല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി നൽകിയത്. തുടർന്ന് കർത്താവ് പത്രോസിനോട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. പത്രോസെ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗത്തിൻ്റെ താക്കോൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. കർത്താവ് പത്രോസിനോട് പറയാതെ പറയുന്നത്, പത്രോസെ, നിന്റെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ താലന്ത് കൊണ്ടോ അല്ല ഈ കൃപകൾ നിനക്ക് ലഭിച്ചത്, മറിച്ച് സ്വർഗരാജ്യം ഭൂമിയിൽ പടുത്തുയർത്താൻ ദാനമായി എൻ്റെ പിതാവ് നിനക്ക് നൽകുന്ന കൃപകളാണിവ. തുടർന്ന് നാം ധ്യാനിക്കുക, കർത്താവ് തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം ശിഷ്യരുമായി പങ്കുവയ്ക്കുമ്പോൾ പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. തൻ്റെ കണക്കൂട്ടലുകളിൽ കുരുങ്ങിപ്പോകുന്ന പത്രോസിനോട് തെല്ല കാർക്കശ്യത്തോടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, സാത്താനെ, നീ ദൂരെ പോവുക, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കൃപയിൽ നാമൊക്കെ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ പദ്ധതിയെ തിരിച്ചറിയുവാനും ആ പദ്ധതിയോട് സഹകരിക്കാനും നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് കർത്താവ് പത്രോസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കർത്താവ് ആഴിയുടെ മുകളിലൂടെ നടക്കുന്നത് കാണുമ്പോൾ ആഴിയുടെ മുകളിലൂടെ നടക്കാൻ പത്രോസിനും ആഗ്രഹം ജനിക്കുന്നുണ്ട്. കർത്താവ് പത്രോസിനെ അതിന് അനുവദിക്കുന്നുമുണ്ട്. എന്നാൽ ആഴിയെ വ്യക്തമായി അറിയാവുന്ന പത്രോസ് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും ഇളകിമറിയുന്ന തിരമാലയും കാണുമ്പോൾ ആഴിയുടെ മുകളിലൂടെ തന്നെ നടക്കാൻ അനുവദിച്ച കർത്താവിനെ നോക്കുന്നതിന് പകരം തൻ്റെ കണക്കൂട്ടലിലും കഴിവിലും ആശ്രയിച്ചുകൊണ്ട് നടക്കാൻ ഒരുങ്ങുമ്പോൾ ഈ തിരമാലകളും ഈ കൊടുങ്കാറ്റും പത്രോസിനെ ഭയപ്പെടുത്തുകയാണ്. ആ നിമിഷം പത്രോസ് ആഴിയിലേക്ക് മുങ്ങി താഴുകയാണ്. വീണ്ടും കർത്താവ് പത്രോസിനെ ഓർമ്മിപ്പിക്കുക, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തിപ്പെടാനാണ്. തൻ്റെ പീഡാസഹനത്തിന് തൊട്ടു മുന്നോടിയായി കർത്താവ് ശിഷ്യഗണത്തോട് പറയുന്നുണ്ട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകും. വീണ്ടും പത്രോസ് തൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് തെല്ലഹങ്കാരത്തോടെ പറയുന്നുണ്ട്, ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. തൊട്ടടുത്ത നിമിഷം ആ രാത്രിയിൽ പത്രോസിന് സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. കോഴി കോവുന്നതിന് മുമ്പ് ഇന്ന് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ആ നിമിഷം വിനയത്തോടുകൂടി പത്രോസിന് വേണമെങ്കിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസ്തനായി അവനോടുകൂടെ ഒപ്പം നിൽക്കാമായിരുന്നു. എന്നാൽ വീണ്ടും തൻ്റെ തന്നെ കഴിവിൽ ആശ്രയിച്ച് അഹങ്കാരത്തോടെ പത്രോസ് പറയുന്നുണ്ട്, നിന്നോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. സ്നേഹമുള്ളവരെ, ആ പത്രോസാണ് ഒരു പരിചാരികയുടെ
ഭീഷണി നിറഞ്ഞ സ്വരത്തിനു മുന്നിൽ, അതും തൻ്റെ പ്രിയ ഗുരുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത്. ആ ഒരു നിമിഷം പത്രോസ് ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരികയാണ്. തൻ്റെ കഴിവുകൊണ്ടോ കണക്കൂട്ടലുകൾ കൊണ്ടോ താലന്ത് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ തനിക്കൊരിക്കലും തൻ്റെ ഗുരുവിനെ ഏറ്റുപറയാനോ അവനെ അനുധാവനം ചെയ്യാനോ അവൻ്റെ സാക്ഷിയാകാനോ സാധിക്കുകയില്ല. അതിന് തൻ്റെ ഗുരുവിൻ്റെ കൃപ അനിവാര്യമാണ്. ഈ ഒരു തിരിച്ചറിവിൽ അയാൾ ഹൃദയം നൊന്ത് കരഞ്ഞ് ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് കടന്നു വരികയാണ്. ഉദിതനായ ക്രിസ്തു തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞ പത്രോസിനെ തേടിയെത്തുന്നുണ്ട്. തന്നെ തള്ളിപ്പറഞ്ഞവൻ്റെ പേരുദോഷം മാറ്റാനായി 3 തവണ അവനെ കൊണ്ട് പരസ്യമായി തന്നെ ഏറ്റ് പറയിക്കുന്നുണ്ട്. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ നിമിഷം പത്രോസിന് വ്യക്തമായിട്ട് അറിയാം, തൻ്റെ കഴിവുകളോ താലന്തുകളോ പ്രാപ്തിയോ അല്ല തന്നെ പത്രോസാക്കുന്നത്, കർത്താവിൻ്റെ പാറയാക്കി മാറ്റുന്നത്, മറിച്ച് കർത്താവിൻ്റെ കൃപയാണ്. ഈ ഒരു തിരിച്ചറിവിൽ പത്രോസ് കർത്താവിനോട് ഏറ്റുപറയുന്നുണ്ട്, കർത്താവെ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. കർത്താവിൻ്റെ കൃപയ്ക്ക് തന്നെ പരിപൂർണമായി അടിയറ വയ്ക്കുന്നവൻ്റെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത്. ജീവിതത്തിൻ്റെ സായന്തനത്തിൽ അയാളെ കുരിശുമരണത്തിന് വിധിക്കുന്നുണ്ട്. ആ നിമിഷം പത്രോസ് അവരോട് പറയുന്നുണ്ട്, തൻ്റെ ഗുരുവിനെ പോലെ കുരിശുമരണത്തിന് വിധേയനാകാൻ താൻ അർഹനല്ല, തന്നെ തലകീഴായിട്ട് ക്രൂശിക്കണം. കാരണം പത്രോസിന് വ്യക്തമായി അറിയാം, തൻ്റെ ജീവിതം കർത്താവിൻ്റെ കരുണയുടെയും കൃപയുടെയും ആഘോഷമായിരുന്നു. എങ്കിൽ പിന്നെ താൻ എന്തിന് മരണത്തെ ഭയപ്പെടണം? ഒരിക്കൽ മരണഭയം മൂലം തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അങ്ങനെ തൻ്റെ മരണത്തിലൂടെ ഗുരുവിനെ ലോകത്തോട് ഏറ്റുപറയുകയാണ്, അവൻ്റെ മഹത്വം പ്രഘോഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പത്രോസ്ലീഹായുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ പത്രോസ്ലീഹായുടെ ജീവിതം നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെയൊക്കെ കഴിവുകളിലും താലന്തുകളിലും ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ പിഞ്ചൊല്ലാതെ നമ്മെ തന്നെ പരിപൂർണമായി കർത്താവിന് അടിയറ വെച്ചുകൊണ്ട് നമുക്കവനെ അനുധാവനം ചെയ്യാം. അങ്ങനെ പത്രോസിനെ പോലെ ആയിരിക്കുന്നിടത്ത് സധൈര്യം അവനെ പ്രഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിന് നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.